താൻ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് ധ്രുവൻ എന്ത് ചെയ്തു? ശ്രേഷ്ഠമായ ആ വിമാനത്തെ പ്രദക്ഷിണം ചെയ്തു. അത് കാരണം വെച്ചാൽ ഭഗവാൻ അയച്ചു തന്നതാണ്. അതിനോടുള്ള റിസ്പെക്റ്റ്, താൻ തൻ്റെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ ഭഗവാൻ തന്നതാണ് എന്ന ബോധ്യത്തോടു കൂടി, ബഹുമാനത്തോടു കൂടി അവയെ ഉപയോഗിക്കുക. അതാണ് ഇവിടെ വ്യാസഭഗവാൻ നമുക്ക് പഠിപ്പിച്ചു തരുന്ന മറ്റൊരു സത്യം. നമ്മൾ ഉപയോഗിക്കുന്ന, നമ്മുടെ ആവശ്യത്തിന് വേണ്ടി നാം പ്രയോജനപ്പെടുത്തുന്നതെല്ലാം ഈശ്വരാനുഗ്രഹം കൊണ്ട് നമുക്ക് കിട്ടിയതാണ്. അത് ഈശ്വരൻ അയച്ചു തന്നതാണ്. അതിനോട് ബഹുമാനത്തോടു കൂടിയുള്ള സമീപനം ഉണ്ടാകേണ്ടതാണ്. നാം ഉപയോഗിക്കുന്ന വസ്ത്രങ്ങൾ, നാം ഉപയോഗിക്കുന്ന ആഹാരം കഴിക്കാൻ ഉപയോഗിക്കുന്ന പാത്രങ്ങൾ, നാം എഴുതാൻ ഉപയോഗിക്കുന്ന പേന, എല്ലാം ഇതിനോടെല്ലാം ബഹുമാനം ഉണ്ടാകണം. കാരണം ഇതൊക്കെ ഈശ്വരൻ തന്നതാണ്. ആ ബഹുമാനത്തോടു കൂടി അതിനെ സമീപിക്കണം. അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ശ്രേഷ്ഠമായ ആ വിമാനത്തെ പ്രദക്ഷിണം ചെയ്തു, യഥാവിധി പൂജിച്ചു, ഭഗവത് പാർഷദന്മാരെ വണങ്ങി, അതിൽ കയറാനൊരുങ്ങി. അപ്പോൾ ധ്രുവന്റെ ശരീരം സ്വർണമയമായി ഭവിച്ചു. അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ മാറ്റമുണ്ടായി. ഈ സമാധിയുടെ ആഴങ്ങളിലേക്ക് കയറുമ്പോൾ ശരീരത്തിന് മാറ്റമുണ്ടാകും എന്നാണ് പറയുന്നത്. ശ്രീ അരൂപിന്ദൻ്റെ ശരീരം ഇതേപോലെ കുറേ കാലം സ്വർണവർണ്ണമായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. ഈ സമാധിയുടെ ആഴം ശരീരത്തിൽ, മനസ്സിൽ മാത്രമല്ല, സ്വഭാവത്തിൽ മാത്രമല്ല, ബുദ്ധിയിൽ മാത്രമല്ല, ശരീരത്തിലും മാറ്റം ഉണ്ടാക്കും. അദ്ദേഹത്തിൻ്റെ ശരീരം സ്വർണമയമായി ഭവിച്ചു. ഉത്താനപാദപുത്രനായ ധ്രുവൻ അപ്പോൾ അന്തകൻ എത്തിയതായി കണ്ടു. അന്തകൻ്റെ ശിരസിൽ കാൽ വെച്ച് അദ്ദേഹം ആ വിമാനത്തിൽ കയറി. തത്സമയത്ത് ദേവന്മാർ ദുന്ദുഭി, പണവം തുടങ്ങിയ വാദ്യങ്ങൾ മുഴക്കി. ഗന്ധർവമുഖ്യന്മാർ ഗാനങ്ങൾ ആലപിച്ചു. ദേവന്മാർ പുഷ്പവൃഷ്ടി ചെയ്തു. ഉത്താനപാദപുത്രനായ ധ്രുവൻ അപ്പോൾ അന്തകൻ എത്തിയതായി കണ്ടു. അതായത് ഈ വിമാനം വന്ന് അതിലേക്ക് കയറാൻ ഒരുങ്ങി നിൽക്കുന്ന സമയത്ത് അന്തകൻ, യമൻ, മരണം എത്തിയതായി കണ്ടു. ആ അന്തകന്റെ ശിരസിൽ കാലുവെച്ച് അദ്ദേഹം ആ വിമാനത്തിൽ കയറി. അതായത് അദ്ദേഹം മരണത്തെ അതിക്രമിച്ചു. അദ്ദേഹത്തിൻ്റെ ശരീരമടക്കം മരണത്തെ അതിക്രമിച്ചു. ശരീരമടക്കം പരമമായതുമായി ചേർന്നത് വളരെ ഉയർന്ന അവസ്ഥയാണ്. സാധാരണ ഒരാൾക്കത് സാധ്യമല്ല. അത്ര ഉയർന്ന അവസ്ഥയിലാണ് ഈ ശരീരമടക്കമുള്ളത് പരമമായതിൽ ലഭിക്കുക. ശ്രീ അഭിനവഗുപ്തപാദർ അങ്ങനെയായിരുന്നു എന്നാണ് പറയുന്നത്. അദ്ദേഹം ആകാശ സമാധിയാണ് ഉണ്ടായത്. അദ്ദേഹത്തിൻ്റെ ശരീരമടക്കം മുഴുവനും പരമമായതിലേക്ക് ലയിച്ചു ചേരുകയാണ് ചെയ്തത്. അത്ര എളുപ്പമല്ല അത്. അപ്പം അതും സാധ്യമാണ്. ഇവിടെ അതാണ്, അന്തകൻ്റെ ശിരസിൽ കാലുവെച്ച് അദ്ദേഹം വിമാനത്തിൽ കയറി മരണത്തെ അതിക്രമിച്ചു. ശരീരത്തിൻ്റെ മരണത്തെയും അതിക്രമിച്ചു. തത്സമയത്ത് ദേവന്മാർ ദുന്ദുഭി, പണവം തുടങ്ങിയ വാദ്യങ്ങൾ മുഴക്കി. ഗന്ധർവൻ മുഖ്യന്മാർ ഗാനങ്ങൾ ആലപിച്ചു. ദേവന്മാർ പുഷ്പവൃഷ്ടി ചെയ്തു. ശുഭസൂചകമായ ഒരു സന്ദർഭമാണത്. ഒരു ജീവൻ ഈ അവസ്ഥയെ പ്രാപിക്കുമ്പോൾ പ്രപഞ്ചം സന്തോഷം രേഖപ്പെടുത്തും. അതാണിവിടെ കണ്ടത് നമ്മൾ. എൻ്റെ വേർപാടിൽ ദുഃഖിക്കുന്ന അമ്മ സുനീതിയെ ഉപേക്ഷിച്ചിട്ട് ദുർഗമസ്ഥാനമായ സ്വർഗത്തിലേക്ക് ഞാൻ എങ്ങനെ പോകും എന്ന ചിന്ത വിമാനത്തിൽ കയറാൻ ഭാവിക്കുമ്പോൾ ധ്രുവനുണ്ടായി. ഇപ്പം ആധ്യാത്മികതയെ പറ്റിയിട്ടുള്ള നമ്മുടെ പല ധാരണകളും മാറ്റി എഴുതുവാനും ഈ സവിസ്തരം നാം ചെയ്യുന്ന ഈ ഗ്രന്ഥ പാരായണ ശ്രവണം കൊണ്ട് സാധിക്കും. കാരണം നേരത്തെ പറഞ്ഞു അദ്ദേഹം മമതാബന്ധമൊക്കെ നശ്വരമാണ് എന്ന് തിരിച്ചറിഞ്ഞതിനെയൊക്കെ ഉപേക്ഷിച്ചു എന്ന്. അദ്ദേഹം സമാധിയുടെ അഗാധ തലങ്ങളിലേക്ക് എത്തി, നിർവികൽപ്പ സമാധിയിൽ വരെ എത്തി. അപ്പോഴാണ് അദ്ദേഹം ഈ വിമാനം വരുന്നതും ഒക്കെ കണ്ടതും അദ്ദേഹം നേരത്തെ പറഞ്ഞതും ഒക്കെ ചെയ്തതും.
എന്നിട്ട് വിമാനത്തിലേക്ക് മരണത്തെ ട്രാൻസെൻഡ് ചെയ്ത് വിമാനത്തിൽ കയറാൻ ഭാവിച്ചപ്പം അദ്ദേഹത്തിൻ്റെ മനസ്സിലൊരു ചിന്തയുണ്ടായി. എൻ്റെ വേർപാടിൽ ദുഃഖിക്കുന്ന അമ്മ സുനീതിയെ ഉപേക്ഷിച്ചിട്ട് ദുർഗമസ്ഥാനമായ സ്വർഗത്തിലേക്ക് ഞാൻ എങ്ങനെ പോകും? അമ്മയെ എങ്ങനെ ഉപേക്ഷിക്കും? അമ്മയിൽ നിന്നാണ് ഇത് മുഴുവൻ തുടങ്ങിയത്. അമ്മയുടെ വാക്കുകളിൽ നിന്നാണ് അദ്ദേഹത്തിൻ്റെ ആധ്യാത്മിക പ്രയാണം ആരംഭിക്കുന്നത്. ആ അമ്മയോട് ഉള്ള അദ്ദേഹത്തിൻ്റെ ആദരവാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. എൻ്റെ വേർപാടിൽ ദുഃഖിക്കുന്ന അമ്മ സുനീതിയെ ഉപേക്ഷിച്ചിട്ട് ദുർഗമസ്ഥാനമായ സ്വർഗത്തിലേക്ക് ഞാൻ എങ്ങനെ പോകും എന്ന ചിന്ത വിമാനത്തിൽ കയറാൻ ഭാവിക്കുമ്പോൾ ധ്രുവനുണ്ടായി. ധ്രുവന്റെ ഈ ചിന്താഗതിയെക്കുറിച്ചറിഞ്ഞ ഭഗവത് പാർഷദ മുഖ്യന്മാർ വിമാനസ്ഥയായിരുന്ന മുൻ ഭാഗത്തു കൂടി പോകുന്ന ദേവി സുനീതിയെ അദ്ദേഹത്തിന് കാണിച്ചു കൊടുത്തു. ധ്രുവന്റെ ഈ ചിന്താഗതിയെക്കുറിച്ചറിഞ്ഞ ഭഗവത് പാർഷദ മുഖ്യന്മാർ വിമാനസ്ഥയായിരുന്ന് മുൻഭാഗത്തു കൂടി പോകുന്ന ദേവി സുനീതിയെ അദ്ദേഹത്തിന് കാണിച്ചു കൊടുത്തു. ഈ ചിന്ത അദ്ദേഹത്തിന് ഉണ്ടായി. ഇതുണ്ടാകുമെന്ന് ഇവർക്ക് നേരത്തെ അറിയാമായിരുന്നിരിക്കും. ഈ പ്രപഞ്ചത്തിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള എല്ലാം മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ടത് തന്നെയാണ്. ഇപ്പോൾ ഈ ചിന്ത, ഈ ആധ്യാത്മിക ഉന്നതിയിലെത്തി നിൽക്കുന്ന ധ്രുവന്റെ ഉള്ളിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ആർദ്രതയോടുകൂടിയ ഈ ചിന്ത പാർഷദന്മാർ നേരത്തെ തിരിച്ചറിഞ്ഞിരുന്നു. ഈ ചിന്ത ഉണ്ടായതായിട്ട് അറിഞ്ഞ ഉടനെ അദ്ദേഹം അത് എക്സ്പ്രസ് ചെയ്തിട്ടൊന്നുമില്ല. അദ്ദേഹത്തിന് അത് ചിന്താതലത്തിൽ നിൽക്കുകയാണ്. അതറിഞ്ഞു ആര്? ഭഗവത് പാർഷദന്മാർ. അവര് വിമാനസ്ഥയായിരുന്ന് മുൻഭാഗത്തിൽ കൂടി പോകുന്ന ദേവി സുനീതിയെ അദ്ദേഹത്തെ കാണിച്ചു കൊടുത്തു. അപ്പം ഇദ്ദേഹത്തിൻ്റെ തപസ്സുകൊണ്ട്, ഇദ്ദേഹത്തിൻ്റെ ഈശ്വര സാക്ഷാത്കാരം കൊണ്ട് ഇദ്ദേഹത്തിന് മാത്രമല്ല പരമമായ പ്രാപ്തി ഉണ്ടായത്, അദ്ദേഹത്തിൻ്റെ അമ്മയ്ക്കും ഉണ്ടായി. പോകുന്ന ദേവി സുനീതിയെ അദ്ദേഹത്തിന് കാണിച്ചു കൊടുത്തു. പോകുന്ന വഴിക്ക് അവിടെ ഇവിടെയായി വിമാനങ്ങളിലിരിക്കുന്ന ദേവന്മാർ ധ്രുവനെ പ്രശംസിക്കുകയും പുഷ്പങ്ങൾ വർഷിക്കുകയും ചെയ്തു. അപ്പം അദ്ദേഹത്തിന് സമാധാനം. അമ്മയെ കാണിച്ചു കൊടുത്തപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ചിന്ത പോയി. അദ്ദേഹത്തിന് സമാധാനമായി. അദ്ദേഹം ബോർഡിങ് ചെയ്തു, വിമാനത്തിൽ കയറിയിരുന്നു. പോകുന്ന വഴിക്ക് ആ വിമാനം മുന്നോട്ട് പോകുന്ന വഴിക്ക് അവിടെയായി വിമാനങ്ങളിലിരിക്കുന്ന ദേവന്മാരിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ നാട്ടിലൊക്കെ ആൾക്കാർ അവധി ദിവസങ്ങളിൽ കാറും ബൈക്കും എടുത്തൊക്കെ പുറത്തേക്ക് വെറുതെ ഒന്ന് ചുറ്റിക്കറങ്ങാൻ പോകുന്നത് പോലെ ദേവന്മാർ അവർക്ക് വിമാനങ്ങളാണ്. ആ വിമാനത്തിൽ കയറിയാണ് അവർ ചുറ്റി നടക്കുന്നത്. അപ്പോൾ അവിടെയായി വിമാനങ്ങളിലിരിക്കുന്ന ദേവന്മാർ ധ്രുവനെ പ്രശംസിക്കുകയും കൈയൊക്കെ കാണിച്ച് തൊഴുതു പിടിച്ച് പുഷ്പങ്ങൾ വർഷിക്കുകയും ഒക്കെ ചെയ്തു. അങ്ങനെ മുകളിലോട്ട് സഞ്ചരിച്ച് അദ്ദേഹം സൂര്യൻ തുടങ്ങിയ നക്ഷത്രങ്ങളെയും മറ്റ് ഗ്രഹങ്ങളെയും ദർശിച്ചു. അദ്ദേഹം അങ്ങനെ മുകളിലോട്ട് പോകാൻ തുടങ്ങി. അപ്പം അദ്ദേഹത്തിൻ്റെ കാഴ്ചകളും മാറാൻ തുടങ്ങി. ഇവിടെ ദേവന്മാർക്ക് ഇദ്ദേഹത്തിൻ്റെ ഈ ഉന്നതിയിൽ അസൂയയല്ല ഉണ്ടായത്, ദേവന്മാർക്കും സന്തോഷമാണ് ഉണ്ടായത്. അദ്ദേഹമാകട്ടെ മുകളിലോട്ട് പോകാൻ തുടങ്ങി. കാഴ്ചകളും മാറി കണ്ടുകൊണ്ടിരുന്നു. അചഞ്ചലവും അത്യസാധാരണവുമായ സ്ഥാനത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ധ്രുവൻ വിമാനത്തിലിരുന്ന് 3 ലോകങ്ങളെയും സപ്തർഷികളെയും മറികടന്ന് അവയ്ക്കെല്ലാം ഉപരിയായി സ്ഥിതി ചെയ്യുന്ന വിഷ്ണുപദത്തെ പ്രാപിച്ചു. വിഷ്ണുവിൻ്റെ പാദപത്മങ്ങളിരിക്കുന്ന വിഷ്ണുപദം, വിഷ്ണുസ്ഥാനത്തെ പ്രാപിച്ചു. അദ്ദേഹം 3 ലോകങ്ങളെയും അതിക്രമിച്ചു. എന്നിട്ട് അചഞ്ചലവും അത്യസാധാരണവുമായ സ്ഥാനത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ധ്രുവൻ, അചഞ്ചലമാണ്, അവിടുന്ന് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് മാറ്റം ഉണ്ടാവില്ല. അചഞ്ചലവും അത്യസാധാരണവുമായ സ്ഥാനത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ധ്രുവൻ വിമാനത്തിലിരുന്ന് 3 ലോകങ്ങളെയും സപ്തർഷികളെയും മറികടന്ന് അവയ്ക്കെല്ലാം ഉപരിയായി സ്ഥിതി ചെയ്യുന്ന വിഷ്ണുപദത്തെ പ്രാപിച്ചു. സൂര്യൻ തുടങ്ങിയുള്ള ജ്യോതിർഗോളങ്ങളുടെ ശോഭയെ ആശ്രയിക്കാതെ സ്വപ്രകാശത്താൽ തന്നെ എല്ലാ ഭാഗവും പ്രകാശപൂർണമായിരിക്കുന്നത് ഏതൊരു ലോകമാണോ, ത്രിലോകങ്ങളും ഏതൊരു ദിവ്യസ്ഥാനത്തിൻ്റെ പ്രഭാപൂരത്താൽ പ്രകാശമാനമായി തീരുന്നുവോ, ജീവികളോട് കരുണ കാണിക്കാത്തവർക്ക് അപ്രാപ്യമായിട്ടുള്ളത് ഏതൊരു സ്ഥാനമാണോ,
സകല ചരാചരങ്ങൾക്കും മംഗളകരങ്ങളായ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവർ ഏതൊരു സ്ഥാനത്തെയാണോ പ്രാപിക്കുന്നത്, ആ സർവോচ্ച സ്ഥാനത്തെ ധ്രുവൻ പ്രാപിച്ചു. സൂര്യൻ തുടങ്ങിയുള്ള ജ്യോതിർഗോളങ്ങളുടെ ശോഭയെ ആശ്രയിക്കാതെ, സാധാരണ സൂര്യൻ തുടങ്ങിയുള്ള മറ്റ് ജ്യോതിർഗോളങ്ങളുടെ പ്രഭയെ ആശ്രയിച്ചിട്ടാണ് പ്രകാശം ഉണ്ടാവുന്നത്. അതായത് സൂര്യൻ തുടങ്ങിയ നക്ഷത്രങ്ങളുടെ പ്രകാശത്തെ റിഫ്ലക്റ്റ് ചെയ്യുകയാണ് ബാക്കിയുള്ളതൊക്കെ ചെയ്യുന്നത്. സൂര്യൻ തുടങ്ങിയ ജ്യോതിർഗോളങ്ങളുടെ ശോഭയെ ആശ്രയിക്കാതെ, അങ്ങനെയല്ലാതെ സ്വപ്രകാശത്താൽ തന്നെ എല്ലാ ഭാഗവും പ്രകാശപൂർണമായിരിക്കുന്നത് ഏതൊരു ലോകമാണോ ആ ലോകത്തെ പ്രകാശിപ്പിക്കുവാൻ മറ്റൊരു പ്രകാശത്തിൻ്റെ ആവശ്യമില്ല. അത് സ്വപ്രകാശം ഉള്ളതാണ്. ത്രിലോകങ്ങളും ഏതൊരു ദിവ്യസ്ഥാനത്തിൻ്റെ പ്രഭാപൂരത്താൽ പ്രകാശമാനമായി തീരുന്നുവോ, ത്രിലോകങ്ങളും ഏതൊരു ദിവ്യസ്ഥാനത്തിൻ്റെ, 3 ലോകങ്ങളും ആ പ്രകാശത്തിൻ്റെ പ്രഭാപൂരത്താലാണ് പ്രകാശമാനമായി തീരുന്നത്. ജീവികളോട് കരുണ കാണിക്കാത്തവർക്ക് അപ്രാപ്യമായിട്ടുള്ളത് ഏതൊരു സ്ഥാനമാണോ, ഏറ്റവും ഉയരത്തിലേക്ക് നമ്മളെ കൊണ്ടുപോയിരിക്കുക. എന്നിട്ട് പറയുകയാണ് 3 ലോകങ്ങൾക്കും പ്രകാശം കൊടുക്കുന്നത് സ്വയം പ്രകാശിക്കുന്ന ആ പരമമായ പദമാണ്. എന്നിട്ട് തിരിച്ചു വന്നിട്ട് പറയുകയാണ്, ആ ലോകം പ്രാപിക്കണമെങ്കിൽ ജീവികളോട് കരുണയുണ്ടാകണം. നമ്മൾ കരുണയും ദയയും തമ്മിലുള്ള വ്യത്യാസമൊക്കെ നേരത്തെ കേട്ടു. അപ്പോൾ മറ്റു ജീവജാലങ്ങളുടെ വേദനയെ തൻ്റെ വേദനയാണ് എന്ന് വേദനകൾ തൻ്റെ വേദനയെ പോലെ കണ്ടുകൊണ്ട് തൻ്റെ വേദനയെ ഇല്ലാതാക്കാൻ എന്തു ചെയ്യുമോ അത് ചെയ്യുക. അതാണ് കാരുണ്യം. ആ കാരുണ്യമില്ലാത്തവർക്ക്, അതായത് മറ്റുള്ളവരുടെ വേദനയെ സ്വന്തം വേദനയായിട്ട് അനുഭവിക്കുവാൻ പറ്റാത്തവർക്ക്, അതനുഭവിച്ച് അതിൻ്റെ പരിഹാരം തേടാത്തവർക്ക് അപ്രാപ്യമാണ് ഈ സ്ഥാനം. അപ്പോൾ സഹജീവികളോടുള്ള കാരുണ്യം അനിവാര്യമാണ്. ഈശ്വരോന്മുഖമായ ഉയർച്ചയിലേക്കെത്താൻ കാരുണ്യം അനിവാര്യമാണ്. കാരണം അതാണ് എടുത്തു പറയുന്നത്, ജീവികളോട് കരുണ കാണിക്കാത്തവർക്ക് അപ്രാപ്യമായിട്ടുള്ളത് ഏതൊരു സ്ഥാനമാണോ, സകല ചരാചരങ്ങൾക്കും മംഗളകരങ്ങളായ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവർ ഏതൊരു സ്ഥാനത്തെയാണോ പ്രാപിക്കുന്നത്, സർവചരാചരങ്ങൾക്കും മംഗളകരമായ കർമ്മങ്ങൾ. തൻ്റെ പ്രവൃത്തി കൊണ്ട് ഒരാൾക്കും ബുദ്ധിമുട്ടുണ്ടാവരുത്. അതാണ് മംഗളകരമായ കർമ്മങ്ങൾ. ലോകത്തിനു മുഴുവൻ ഗുണം ചെയ്യുവാൻ വേണ്ടിയിട്ടായിരിക്കണം തൻ്റെ പ്രവൃത്തി. അങ്ങനെ പ്രവർത്തിക്കുന്നവർ ഏതൊരു സ്ഥാനത്തെയാണോ പ്രാപിക്കുന്നത്, ആ സർവേശ്വര സ്ഥാനത്തെ ധ്രുവൻ പ്രാപിച്ചു. ആ സർവോच्च സ്ഥാനത്തെ, ഏറ്റവും ഉയർന്ന സ്ഥാനം. അപ്പോൾ കാരുണ്യമുള്ളവർക്കും തൻ്റെ പ്രവൃത്തി മറ്റുള്ളവരുടെ ഗുണത്തിനായിക്കൊണ്ട് അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അപരന്നു സുഖത്തിനായി ഇടേണം. അങ്ങനെയുള്ളവരും എത്തുന്ന ആ ഉയർന്ന സ്ഥാനത്തെ ധ്രുവൻ പ്രാപിച്ചു. ഭഗവാൻ അച്യുതനെ ഉറ്റബന്ധുവെന്ന് കരുതുന്നവരും തങ്ങളുടെ പ്രവർത്തികൾ കൊണ്ട് സകല പ്രാണികളെയും ആനന്ദിപ്പിക്കുന്നവരും രാഗദ്വേഷാദികളില്ലാത്ത നിർമ്മല മനസ്കരും ഭഗവാനെ സർവഭൂതാത്മാവായി ദർശിക്കുന്നവരും ഇന്ദ്രിയങ്ങളും മനസ്സിനെയും ജയിച്ചവരും പ്രാപിക്കാറുള്ള പരമോന്നതമായ വിഷ്ണുപാദത്തെയാണ് ധ്രുവൻ പ്രാപിച്ചത്. ഇപ്പം വിഷ്ണുപാദത്തെ പ്രാപിക്കാൻ, വിഷ്ണുപദം പ്രാപിക്കാനുള്ള വഴിയാണ് ഈ പറയണത്. ഭഗവാൻ അച്യുതനെ ഉറ്റബന്ധു എന്ന് കരുതണം. ഭഗവാൻ അച്യുതനെ ഉറ്റബന്ധു ആയിട്ട് കരുതിയാൽ ഈ ഭഗവാൻ അച്യുതൻ എല്ലാത്തിലുമുണ്ട്, എല്ലാവരിലുമുണ്ട്. അപ്പം എല്ലാവരും എല്ലാം തൻ്റെ ബന്ധുവാണ് എന്ന് തിരിച്ചറിവുണ്ടാകണം. ഭഗവാൻ അച്യുതനെ ഉറ്റബന്ധുവെന്ന് കരുതുന്നവരും തങ്ങളുടെ പ്രവർത്തികൾ കൊണ്ട് സകല പ്രാണികളെയും ആനന്ദിപ്പിക്കുന്നവരും. കാരണം സകല പ്രാണികളിലും സ്ഥിതി ചെയ്യുന്നത് അച്യുതനാണ്. അച്യുതൻ തൻ്റെ ബന്ധുവാണ്. അപ്പം തൻ്റെ പ്രവൃത്തികൾ ഈശ്വരന് സന്തോഷമുള്ളതായിരിക്കണം.
സർവ പ്രാണികളിലും ഈശ്വരനുണ്ട് എന്നുള്ളത് കൊണ്ട് തൻ്റെ സകല പ്രവൃത്തികളും സർവ പ്രാണികൾക്കും ആനന്ദമുണ്ടാക്കുന്നതായിരിക്കണം. തങ്ങളുടെ പ്രവൃത്തികൾ കൊണ്ട് സകല പ്രാണികളെയും ആനന്ദിപ്പിക്കുന്നവരും രാഗദ്വേഷാദികൾ ഇല്ലാത്ത നിർമ്മല മനസ്കരും. രാഗദ്വേഷങ്ങൾ വേണം എന്നുള്ള ചിന്തയും വേണ്ട എന്നുള്ള ചിന്തയും ഇല്ല, ക്രേവിങ് ഇല്ല. ക്രേവിങ് ഇല്ലാത്തവരുടെ പ്രവൃത്തി, നമ്മുടെയൊക്കെ പ്രവൃത്തികൾ ക്രേവിങ്ങിൽ അധിഷ്ഠിതമാണ്, രാഗദ്വേഷങ്ങളിൽ അധിഷ്ഠിതമാണ്. അതുകൊണ്ട് നമ്മുടെ എല്ലാ പ്രവൃത്തികൾക്കും എന്തെങ്കിലും ഒരു ഉദ്ദേശമുണ്ടാകും. ആ ക്രേവിങ് ഇല്ലാതെ ചെയ്യുന്ന പ്രവൃത്തി, ആ പ്രവൃത്തിയാണ് സ്പോണ്ടേനിയസ് ആക്ഷൻ. ആ സ്പോണ്ടേനിയസ് ആക്ഷൻ നിർമ്മലമായ മനസ്സിൽ നിന്നാണ് ഉണ്ടാവുക. ആ സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ആക്ഷൻ വാണ്ടിങ് ഇല്ലാതെ, ക്രേവിങ് ഇല്ലാതെ, രാഗദ്വേഷങ്ങളില്ലാതെ ചെയ്യുന്ന പ്രവൃത്തിയാണ്. ആ പ്രവൃത്തി എപ്പോഴും ലോകത്തിന് മംഗളകരമായിരിക്കും. രാഗദ്വേഷങ്ങളില്ലാത്ത നിർമ്മല മനസ്കരും, രാഗദ്വേഷാദികളില്ലാത്തവരാണ് നിർമ്മലന്മാർ. അതായത് വാണ്ടിങ്, എന്തെങ്കിലും വേണം എന്നുള്ള ചിന്തയുണ്ടെങ്കിൽ, എന്തെങ്കിലും വേണ്ട എന്നുള്ള ചിന്തയുണ്ടെങ്കിൽ നിർമ്മലർ അല്ല. രാഗദ്വേഷാദികളില്ലാത്ത നിർമ്മല മനസ്കരും ഭഗവാനെ സർവഭൂതാത്മാവായി ദർശിക്കുന്നവരും. ഭവിച്ചതിൻ്റെ എല്ലാം ഉള്ളിൽ ഭഗവാൻ തന്നെയാണ്, അതിൻ്റെ സത്തയായി നിലകൊള്ളുന്നത്, അതിൻ്റെ സാരമായി നിലകൊള്ളുന്നത് ഭഗവാൻ തന്നെയാണ് എന്ന് തിരിച്ചറിയുന്നവരും. ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും ജയിച്ചവരും. അവർക്കാണ് ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും ജയിക്കാൻ സാധിക്കുക. അല്ലെങ്കിൽ മനസ്സും ഇന്ദ്രിയങ്ങളും പല വഴിക്കു ഓടി നമ്മൾ പെരുവഴിയിലാവും. ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും ജയിച്ചവരും പ്രാപിക്കാറുള്ള പരമോന്നതമായ വിഷ്ണുപാദത്തെയാണ് ധ്രുവൻ പ്രാപിച്ചത്. അപ്പം ധ്രുവൻ പ്രാപിച്ച ആ ഉന്നതമായ പദം പ്രാപിക്കാൻ എന്താ ചെയ്യേണ്ടതെന്നും കൂടി വ്യാസഭഗവാൻ നമുക്ക് വെളിപ്പെടുത്തി തരികയാണ്. ധ്രുവന് ശേഷം പിന്നെ ആരും ഇത് ചെയ്തതായിട്ട് നമുക്കറിയുകയില്ല. ധ്രുവന് ശേഷം ആരും അവിടെ എത്തിയതായിട്ടും നമുക്കറിയുകയില്ല. ഭഗവാൻ ശ്രീകൃഷ്ണനെ പരമാശ്രയമായി കരുതുന്നവനും ശുദ്ധഹൃദയനുമായ ഉത്താനപാദപുത്രൻ 3 ലോകങ്ങൾക്കും മുകളിലായി പരിരസിക്കുന്ന ലോകത്തെ പ്രാപിക്കുകയും ത്രിലോകങ്ങളുടെയും കിരീടമെന്ന പോലെ തിളങ്ങുകയും ചെയ്തു. ഏറ്റവും പരമമായ സ്ഥാനത്തെ അദ്ദേഹം പ്രാപിച്ചു. കുരുകുലോത്തമ, വിതുരരോട് മൈത്രേയ മുനി പറയുകയാണ്, കുരുകുലോത്തമ, കെട്ടുകുറ്റിയിൽ ബന്ധിതരായിട്ടുള്ള ഗംഭീര വേഗത്തോടുകൂടിയ അസംഖ്യം പശുക്കളെ പോലെ ഈ ധ്രുവപദത്തെ പ്രദക്ഷിണം ചെയ്തുകൊണ്ട് കോടാനുകോടി ജ്യോതിർഗോളങ്ങൾ അക്ഷീണം അനവരതം അതിവേഗത്തിൽ ഭ്രമണം ചെയ്തുകൊണ്ടിരിക്കുന്നു. കെട്ടുകുറ്റിയിൽ ബന്ധിതരായിട്ടുള്ള ഗംഭീര വേഗത്തോടു കൂടിയ അസംഖ്യം പശുക്കളെ പോലെ. ഒരു കുറ്റിയിൽ കെട്ടിയിട്ടിരിക്കുന്ന പശു, അങ്ങനെ ഒരു കുറ്റിയിൽ അനേകം പശുക്കൾ കെട്ടിയിട്ടിട്ടുണ്ട്, അനേകം പശുക്കളെ കെട്ടിയിട്ടുണ്ട്. ആ പശുക്കളോ ആ ഗംഭീര വേഗത്തോടു കൂടിയാണ് ഓടുന്നത്. അപ്പം അവർ ഈ കുറ്റിയിൽ കെട്ടി ഇടപ്പെട്ടവരായതുകൊണ്ട് അവരിതിന് ചുറ്റുമാണ് ഓടുന്നത്. ഈ ധ്രുവപഥത്തെ, അതുപോലെ ഈ ധ്രുവപഥത്തെ പ്രദക്ഷിണം ചെയ്തുകൊണ്ട് ഈ കോടാനുകോടി ജ്യോതിർഗോളങ്ങൾ അക്ഷീണം അനവരതം അതിവേഗത്തിൽ ഭ്രമണം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ ധ്രുവലോകം, അതാണ് വിഷ്ണുപദം. വിഷ്ണുപദമാകുന്ന കെട്ടുകുറ്റിയിൽ കെട്ടിയിട്ടപ്പെട്ട ഗംഭീര വേഗത്തിൽ ചലിക്കുന്ന പശുക്കളെ പോലെയാണ് ഈ കോടാനുകോടി ജ്യോതിർഗോളങ്ങളുമെല്ലാം. അത് നിരന്തരം ആ പദത്തെ, വിഷ്ണുപദത്തെ, ധ്രുവലോകത്തെ പ്രദക്ഷിണം വെച്ചുകൊണ്ടേ ഇരിക്കുന്നു. പ്രചേതസ്സുകൾ സമാരംഭിച്ച സത്രത്തിൽ വെച്ച് ധ്രുവന്റെ ഭഗവത് ഭക്തിയുടെ മാഹാത്മ്യത്തെക്കുറിച്ചും അവനിൽ ശ്രീഹരിയുടെ കരുണാകടാക്ഷമുണ്ടായതിനെക്കുറിച്ചും അത് നിമിത്തം അവനുണ്ടായ അനന്യമായ ശ്രേയസിനെ കുറിച്ചും സർവജ്ഞനായ നാരദമുനി വീണയും മീട്ടിക്കൊണ്ട് രൂപത്തിൽ പ്രകീർത്തിച്ച് പാടുകയുണ്ടായി. പ്രചേതസ്സുകൾ സമാരംഭിച്ച സത്രത്തിൽ വെച്ച്, സത്രം എന്ന് പറഞ്ഞാൽ യാഗം, ആ യാഗത്തിൽ വെച്ച് പ്രചേതസ്സുകൾ സമാരംഭിച്ച സത്രം, അവിടെ യാഗങ്ങളുണ്ടാകും, ഈ ഭഗവാനെ കുറിച്ചിട്ടുള്ള പ്രവചനങ്ങൾ, പ്രഭാഷണങ്ങൾ ഉണ്ടാകും. അങ്ങനെ ഭഗവത് ചിന്താമയമായിരിക്കും അവിടെ.
അങ്ങനെയുള്ള ഒരു പ്രചേതസ്സുകൾ സമാരംഭിച്ച സത്രത്തിൽ വെച്ച് ധ്രുവന്റെ ഭഗവത് ഭക്തിയുടെ മാഹാത്മ്യത്തെക്കുറിച്ചും അവനിൽ ശ്രീഹരിയുടെ കരുണാകടാക്ഷമുണ്ടായതിനെക്കുറിച്ചും അതിനിമിത്തം അവനുണ്ടായ അനന്യമായ ശ്രേയസിനെക്കുറിച്ചും സർവജ്ഞനായ നാരദമുനി വീണയും മീട്ടിക്കൊണ്ട് ശ്ലോകരൂപത്തിൽ പ്രകീർത്തിച്ച് പാടുകയുണ്ടായി. എന്തിനെങ്ങനെ പാടണത്? ഇതെല്ലാം കേട്ട് കഴിയുമ്പം കേൾക്കുന്നവരിൽ ഇതൊരു പ്രചോദനമായി തീരും. ധ്രുവന്റെ കഥ കേട്ട് കഴിയുമ്പോൾ, ധ്രുവൻ കടന്നുപോയ ജീവിത സാഹചര്യങ്ങളെക്കുറിച്ച് കേട്ട് കഴിയുമ്പോൾ, ധ്രുവൻ അനുഭവിച്ച സൗഭാഗ്യങ്ങളെക്കുറിച്ച് കേട്ട് കഴിയുമ്പോൾ, ധ്രുവൻ എത്തിച്ചേർന്ന പരമമായ തലത്തെക്കുറിച്ച് കേട്ട് കഴിയുമ്പോൾ അത് ഒരു പ്രചോദനമായി തീരും. ധ്രുവൻ ഒരു മാതൃകയായി തീരും. അങ്ങനെ മാതൃകയായി തീരാനാണ് സർവജ്ഞനായ നാരദമുനി വീണയും മീട്ടിക്കൊണ്ട് ശ്ലോകരൂപത്തിൽ ഈ കഥ, ധ്രുവന്റെ തപസ്, ഭഗവാന് ധ്രുവനോടുണ്ടായിരുന്ന അനുഗ്രഹഭാവം, കരുണാകടാക്ഷം, അതുകൊണ്ട് ധ്രുവൻ അനുഭവിച്ച സൗഭാഗ്യങ്ങൾ, നേടിയ തലങ്ങൾ, ഇതൊക്കെ സവിസ്തരം അദ്ദേഹം പ്രകീർത്തിച്ച് പാടുകയുണ്ടായി.